നമസ്കാരം, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആന്റി ഏജിങ്ങിനെ പറ്റിയിട്ടാണ്. വയസ്സാവും, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു 70 അല്ലെങ്കിൽ 70 പോട്ടെ 30, 40, 50, 60 വയസ്സിലൊക്കെ നമ്മുടെ ഏജിനെ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളുടെ വീഡിയോസിന് താഴെയായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഏജിനെ നമുക്ക് റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഹെൽത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഉറക്കം ശരിയാവുന്നില്ല, നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, നമ്മൾ കൃത്യമായ രീതിയിൽ ടൈമിന് ഫുഡ് കഴിക്കുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലും നമ്മൾ സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റും ഒക്കെയാണ്, ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജിനെ അത് ഒരുപാട് ബാധിക്കും. ചിലവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പെട്ടെന്ന് തന്നെ വയസ്സാവുന്ന ഒരു ഫീല്, പെട്ടെന്ന് മുടിയൊക്കെ നരയ്ക്കുക, പെട്ടെന്ന് കണ്ണിൻ്റെ അവിടെ ഈ ഭാഗത്തൊക്കെ റിങ്കിൾസ് വരിക, മുഖത്ത് മെലാസ്മ പോലെയുള്ള അതായത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്സുകളൊക്കെ ഉണ്ടാവുക, ഓപ്പൺ പോഴ്സ് ഉണ്ടാവുക, എപ്പോഴെങ്കിലുമൊക്കെ പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള ഓപ്പൺ പോഴ്സ് ഉണ്ടാവുക, സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കൂടുക, അതായത് താഴോട്ട് സാഗ് ചെയ്യുക, ഇതെല്ലാമാണ് നമ്മൾ പെട്ടെന്ന് ഏജ് ആവുന്നതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും. 2, നമുക്ക് സ്ട്രെസ് വന്നാലും ഉണ്ടാവും. 3, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ. 4, നമ്മളുടെ ഹെൽത്ത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ആണ്, അതായത് ഗട്ട് ഹെൽത്ത് ആണ്. ഗട്ട് ബാക്ടീരിയാസ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. അതായത് നമുക്കറിയാം ഗട്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ വയറിനുള്ളിലുള്ള അണുക്കൾ അറിയാവുന്ന കാര്യമാണ്. അത് ഡൈജഷനെ ഒരുപാട് അത് ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അത് എന്താവും, പെട്ടെന്ന് തന്നെ വയറ്റിൽ നിന്ന് അപ്പം തന്നെ ദഹിക്കാതെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് പിടിക്കുകയില്ല. അപ്പം അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പം സ്ട്രെസ് ഉള്ള ഒരാൾക്കാണെന്ന് വിചാരിക്കുക, അസുഖങ്ങളുള്ള ഒരാൾക്കാണെന്ന് വിചാരിക്കുക, അവരുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇംബാലൻസ്ഡ് ആയിരിക്കും. അപ്പം നമ്മൾ ആയുർവേദത്തിലൊക്കെ അതിൻ്റെ പിത്തത്തിൻ്റെ ദോഷമാണെന്ന് പറയും, അതിനുള്ള മെഡിസിൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, രക്തദോഷം ഉണ്ടെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആക്കുക. ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആക്കാനായിട്ട് ഞാൻ 1-2 ടിപ്സ് പറഞ്ഞുതരാം, അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇതേ റൊട്ടീൻ തന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈല്, ഓരോരുത്തരുടെയും ശരീരപ്രകൃതി, ഓരോരുത്തരുടെയും സിസ്റ്റം എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രാവിലെ നമ്മൾ മോർണിംഗ് നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആൽമണ്ട്സ് അല്ലെങ്കിൽ പംകിൻ സീഡ് അല്ലെങ്കിൽ നമ്മുടെ ബയോട്ടിൻ ഉണ്ടെങ്കിൽ ബയോട്ടിൻ പൗഡർ സ്പൂൺ എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ബയോട്ടിൻ ആണെങ്കിൽ വെള്ളം കളയേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് ഒക്കെ ആണെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം അതും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോയിൽ. സിനമൺ വാട്ടർ, നമ്മൾ പട്ട ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ രാവിലെ കഴിക്കുന്നത് വയറിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് എടുക്കുന്നവരും സ്കിന്നിൻ്റെ റിങ്കിൾസ് മാറാനും ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കാനും അത് ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞാനൊക്കെ വണ്ണം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛമ്മ എപ്പോഴും പറയായിരുന്നു, ഈ നെയ്യ് ഉണ്ടല്ലോ, അതായത് നെയ്യ് കട്ടൻ കാപ്പിയിൽ അടിച്ചിട്ട് കുടിക്കാൻ പറയും വണ്ണം വെക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈറ്റ് ആയിട്ടുള്ള ലൂക്ക് വാം വാട്ടറിൽ നെയ്യ് ഒരു ചെറിയ ടീസ്പൂൺ കലക്കിയതിന് ശേഷം അത് കുടിക്കുന്നത്. എല്ലാ ദിവസവും നെയ്യ് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ലൂക്ക് വാം വാട്ടറിൽ, ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കുടിക്കുന്നത് നമ്മുടെ കുടലിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ. നമുക്കറിയാലോ, ഇതൊക്കെ എല്ലാം കുടൽ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്, ഈ വേസ്റ്റ് ഒക്കെ. അത് പോവാനായിട്ട് അത് ഇൻറ്റസ്റ്റൈൻസ് സ്റ്റക്ക് ചെയ്യാതെ, അതായത് ഉറച്ചു നിൽക്കാതെ ലൂസായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് പോവാനായിട്ട് നമ്മുടെ നെയ്യ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഹാർഡായിട്ടുള്ള ഫുഡിന്റെ കൂടെയൊക്കെ നെയ്യ് കഴിക്കാറുണ്ട് അല്ലേ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എംപ്റ്റി സ്റ്റൊമക്കിൽ നെയ്യ് എടുത്തു നോക്കുക, വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും ഒക്കെ ആയിട്ട്, നമ്മുടെ കാലിനോ കൈയിനോ ഒക്കെ നമുക്ക് ഗ്ലോ കിട്ടാനായിട്ട് പണ്ടുള്ളവർ ചെയ്തിരുന്ന കാര്യമാണ് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്ന സംസ്കാരം കേരളത്തിലുള്ള എല്ലാവർക്കും പണ്ട് ഉണ്ടായിരുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ നമ്മൾ കണ്ടിട്ടില്ലേ, വയസ്സായി കഴിഞ്ഞ അമ്മമാര് രാത്രി ആകുമ്പോൾ തന്നെ ഈ എണ്ണയും കുഴമ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചൂടാക്കിയിട്ട് അങ്ങോട്ട് തേക്കും. എന്നിട്ട് ഒരു കഴുകി കളയുന്നില്ല, അവരെന്താ ചെയ്യുക, ഒരു തോർത്തുമുണ്ട് എടുത്ത് അങ്ങോട്ട് തുടയ്ക്കും. അത് സ്കിന്നിലേക്ക് തന്നെ അബ്സോർബ് ചെയ്തോളും. പെട്ടെന്ന് അങ്ങനെ മണോ സ്മെൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല.
അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒരുപാട് അരോമ ഓയിൽസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നേവലിലോ, അതായത് പൊക്കിൾക്കൊടി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം, അവിടെ ഒഴിക്കുന്നതോ അതുപോലെ തന്നെ നമ്മളുടെ കാലിൻ്റെ അടിയിൽ തടവുന്നതോ കൈയിൻ്റെ ഉള്ളിനടിയിൽ തടവിയിട്ടൊക്കെ കിടക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഭക്ഷണം കറക്റ്റ് ആക്കുക, പ്രോപ്പർ ഒരു റൊട്ടീൻ വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡയറ്റ്, ഇപ്പോൾ ഓരോരുത്തരുടെയും BMI വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാനൊരു 163 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ എനിക്കൊരു 63 ആണ് എൻ്റെ ഒരു ആവറേജ് വെയിറ്റ് വേണ്ടത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുകയൊക്കെ ചെയ്യാം. അതിനും കൂടുതൽ കവിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി തിങ്ക് എൻ്റെ BMI കറക്റ്റ് ആണോ അല്ലയോ, എവിടെയാണ് എനിക്ക് കൂടുതൽ, എൻ്റെ ബോഡിയിൽ ഏത് പാർട്ടിനാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യവും നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് സ്കിൻ കെയർ റുട്ടീൻസ് പറഞ്ഞുതരാം. സ്കിൻ കെയർ റുട്ടീൻസ് എന്ന് പറയുന്നത് എനിക്ക് അതിന് വലിയ റുട്ടീനൊന്നുമില്ല, പക്ഷേ എനിക്കറിയാവുന്ന, ഇപ്പം ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് ഞാൻ പോയി കാണാറുള്ള ഡെർമറ്റോളജിസ്റ്റും അതുപോലെ തന്നെ എനിക്ക് പിമ്പിൾസ് വന്ന സമയത്ത് ഞാൻ പോയി കണ്ടിരുന്നതും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് അഡ്വൈസൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ എല്ലാ മാസവും പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ല ഒരു ഫേസ് വാഷ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ പരമാവധി കുറയ്ക്കുക. സോപ്പ് യൂസ് ചെയ്യും തോറും അതിൽ സോപ്പിനെ ഹാർഡൻ ആക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് സോപ്പ് വരുന്നത്. അല്ലെങ്കിൽ എന്താവും, സോപ്പ് അലുത്ത് പോകും അല്ലേ. ഒരു തവണ നമ്മൾ വെള്ളമൊഴിച്ച് മേല് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോപ്പ് അലുത്ത് പോകും. അപ്പം അത് തിക്കനിങ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് സോപ്പ് വരുന്നത്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ 501 ബാർ സോപ്പ് വരെ മുഖത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള ഒരു ഫേസ് വാഷ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ഏജ് ആയാലും, ചെറിയ വില കുറവിനെ ആയാലും വലിയ വിലയുടെ വേണമെന്നൊന്നുമില്ല, ഏറ്റവും ലൈറ്റായിട്ട് മൈൽഡായിട്ട് അതിലെപ്പോഴും ഇതൊന്ന് വായിച്ച് നോക്കുക. ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഫേസ് വാഷുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫേസ് വാഷസ് എല്ലാം നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വില കുറവിൻ്റെ ഉണ്ട്, വില കൂടിയതുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ യുവർ പോക്കറ്റ്. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് കറക്റ്റായിട്ട് ഒരെണ്ണം വെക്കുക. 2, യൂസ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറയുന്നത് മിനറൽ സൺസ്ക്രീനോ അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽ സൺസ്ക്രീനോ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കോൺട്രഡിക്ഷൻസ് നടക്കുന്നുണ്ട്. സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത് കൂടുതൽ ആളുകളും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കൊണ്ടാണെന്നൊക്കെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴത്തെ UV റേസ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ യൂസ് സൺസ്ക്രീൻ. അടുത്തതായിട്ട് നമ്മൾ റിങ്കിൾസ് വരാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഉള്ളിലേക്ക് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം. അപ്പോൾ അതേതാ, ബദാം കഴിക്കാം, അതുപോലെ തന്നെ നമ്മൾ ഇലക്കറികൾ ധാരാളം കഴിക്കാം. പണ്ട് നമ്മൾ ചീരയും മുരിങ്ങയൊക്കെ കഴിച്ചിരുന്നില്ലേ, അതൊക്കെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് എന്ന് പറയുന്നത്. അത് കഴിക്കാം. ഈ പുറം നാട്ടിലുള്ളവർ ബ്രൊക്കോളിയും അതുപോലെ തന്നെ ലെറ്റ്യൂസും അത് സ്പിനാച്ച് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അവർ കഴിക്കും. നമ്മുടെ ഇവിടെ എന്താ, ചീര, മുരിങ്ങയുടെ ഇല, ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിന് എടുത്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നൈറ്റും മോർണിംഗും നിങ്ങൾ നിയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിറം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതായത് നിയാസിനമൈഡ് പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ, അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ, അതായത് സ്കിന്നിന് ഒരു ഗ്ലോയും, അവിടെ ഇവിടെയൊക്കെ കുറേ പാച്ച്, ഇവിടെ കുറച്ച് കറുപ്പ്, ഇവിടെ കുറച്ച് വേറെ കളർ, ഇവിടെ കുറച്ച് വേറെ കളർ, അതൊക്കെ മാറിയിട്ട് സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊടുക്കാനായിട്ട് നിയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള സിറംസ് യൂസ് ചെയ്യുക. ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ കൊണ്ട് ക്രീം ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും വലിയ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ. സിറം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാനായിട്ട് അത് നമുക്ക് എഴുതരും. നേരിട്ട് പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്, അത് നിർബന്ധമാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള സ്കിൻ കെയർ ചെയ്യാനും ഈ ഹെയർ കെയർ ചെയ്യാനും നമ്മുടെ ബോഡി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം എന്ന് പറയാനും, അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കണം എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവണം. അതൊരു വലിയ ഫാക്ടറാണ്. ഈ തോന്നുക എന്ന് പറയുന്ന ഒരു സംഭവം പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നില്ല. എല്ലാം നമ്മൾ വേസ്റ്റ് ആക്കും. ഇപ്പം നമ്മൾ നല്ലപോലെ സ്ട്രെസ്സുള്ള ആളാണെന്ന് വിചാരിക്കും, എന്തെങ്കിലും അസുഖമുള്ള ആളാണെന്ന് വിചാരിക്കും.
അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡെയിലി ലൈഫ് തള്ളിയായിരിക്കും നീക്കുന്നുണ്ടാവുക. അതിനിടയിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നോ സൺസ്ക്രീൻ വെയർ ചെയ്യണമെന്നോ പുറത്തിറങ്ങുമ്പോൾ സ്കാർഫ് കെട്ടണമെന്നോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചെയ്യണമെന്നോ ഇതൊന്നും അവരെ സംബന്ധിച്ചുണ്ടാവില്ല. അപ്പം നമ്മുടെ ഹെൽത്ത് എപ്പോഴും നമ്മൾ നീറ്റാക്കിയിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രീ റാഡിക്കൽസിന്റെ ഗ്രോത്ത് നമ്മുടെ ബോഡിയിൽ കൂട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ. സ്ട്രെസ് വന്നാൽ തന്നെ അത് കൂടും. അത് കുറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പം അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ മനസ്സൊന്ന് ഒരുങ്ങിയതിന് ശേഷമാണ് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ നാളെ തുടങ്ങി ഒരു ഫേസ് വാഷ്, ഒരു സൺസ്ക്രീന്, ഒരു നിയാസിനമൈഡ് സിറം അല്ലെങ്കിൽ പീല് ഇപ്പൊ പലരും ചെയ്യുന്നത് അണ്ടർ ആംസിലെ കറുപ്പ്, അണ്ടർ ആംസിലെ ബ്ലാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്നർ തൈലായാലും നമ്മുടെ ഈ പിബിക് ഏരിയയിലായാലും അത് ആണിനായാലും പെണ്ണിനായാലും ഒക്കെ ഉണ്ടാവുന്നത് അവിടുത്തെ pH ലെവൽ മാറുന്നതുകൊണ്ടാണ്. എപ്പോഴും വെറ്റായിട്ട് ഇരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വെജൈനൽ പാർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അണ്ടർ ആംസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പൊ അവിടെ നമുക്ക് pH-ന്റെ ലെവലിൽ നമ്മുടെ ഫുൾ ബോഡിയുടെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ pH ലെവലിൽ മാറ്റം വരുമ്പോൾ നമുക്ക് അവിടെ കറുപ്പുണ്ടാവും. പിന്നെ വെള്ളം ശരിയായ രീതിയിൽ തുടച്ച് പോവാതെ ഇരിക്കുമ്പോഴും എപ്പോഴും വെറ്റായിട്ടിരിക്കുമ്പോഴും ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴും നമുക്ക് എന്തുണ്ടാവും, കറുത്ത കളറ് അവിടെ ഉണ്ടാവും. അപ്പൊ അത് കളയാനായിട്ട് വീര്യം കൂടിയിട്ടുള്ള പീലുകളൊക്കെ ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ട്. പ്രൈവറ്റ് ഏരിയയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പീലുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഉള്ള തൊലീനെ അത് പൊളിച്ച് കളയാനാണ് ഇത്തരത്തിലുള്ള പീലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം, അത് സാധാരണ ഒരു ക്ലിനിക്കുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എന്നാലും ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് അത്യാവശ്യം ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം നിങ്ങളത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി മുഖത്ത് ഇതുപോലെ തന്നെ എന്തെങ്കിലും പാടുകൾ, ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇഞ്ചക്ഷൻസ് തന്നെയാണത്. നമ്മൾ ഈ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്കുണ്ട്. നമ്മുടെ ഈ ചിരിക്കുന്ന സമയത്ത് ഈ കണ്ണിന്റെ ഇവിടെയൊക്കെ റിങ്കിൾസ് വരുന്നതൊക്കെ മാറ്റാനൊക്കെ ആയിട്ട്. പക്ഷെ അതൊക്കെ ചെലവ് ഏറിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ നമ്മുടെ സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കണ്ണിന്റെ ചുറ്റും അതുപോലെ തന്നെ മുഖത്തും ഒക്കെ നമുക്ക് ഫേസ് മസാജ് ചെയ്യാം. ഇനി ഓയിൽ ഇടുമ്പോൾ പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ ഡ്രൈ മസാജും ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫേസ് യോഗാസ്, ഫേസ് മസാജ് ഒക്കെ നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഫേസ് നല്ല ചബ്ബി ആയിരുന്ന സമയത്ത് ഈ ഫേസ് യോഗ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഒരിക്കൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൻ്റെ ഒക്കെ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ പോകാനായിട്ട് ഫേസ് യോഗ ഞാൻ ഒരുപാടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ്, അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് 2 കാര്യങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഷുഗർ കൺസംഷൻ കൺട്രോൾ ചെയ്യുക. മൊത്തമായിട്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബോഡിയിൽ അത് പെട്ടെന്ന് നമുക്കത് ശരിയാവില്ല. അപ്പോൾ എന്താ വേണം വെച്ചാൽ ഷുഗറിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക. രാവിലെ 1 ടീസ്പൂൺ ഇട്ടിട്ട് വൈകുന്നേരം 1 ടീസ്പൂണൊക്കെ കഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ലഡു, ജിലേബി, കേക്ക്, പേസ്ട്രി, പിന്നെ ഡോണറ്റ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മുട്ടൊക്കെ കറുത്തിരിക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പം മക്കളാകുമ്പോൾ, ചെറിയ കുട്ടികളാകുമ്പോൾ അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ ഈ ഷുഗർ കൺസംഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാർക്ക്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ പെട്ടെന്ന് കാണാൻ നമ്മുടെ മുട്ടിന് അവിടെയൊക്കെ നല്ലപോലെ ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു എല്ലാത്തിനും കാരണതാണെന്നല്ല കേട്ടോ പറയുന്നത്. നമ്മളുടെ ഷുഗർ കൺസംഷൻ നമ്മൾ കുറയ്ക്കുക. അത് മുതിർന്ന ആൾക്കാരായാലും ചെറിയ കുട്ടികളായാലും മധുരം കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കഴിച്ചാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും. മധുരം കഴിക്കും തോറും നമ്മുടെ സ്കിന്നിന് ഏജിങ് കൂട്ടാനുള്ള കാരണമാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കൺസംഷൻ കുറയ്ക്കുക. നാലാമത്തെ കാര്യം മീൻസ് ഏറ്റവും ഫൈനലായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെയധികം നീറ്റാക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴും നമുക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. ഫാമിലി ഇഷ്യൂസൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടുതലാണ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയാലും കുട്ടികളും പാരൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയാലും എല്ലാം വളരെയധികം ക്രൂഷ്യലാണ്. മാത്രമല്ല, പണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എന്താ പറയുക, മൂഡ് ഓഫ് വന്നാൽ പോലും നമ്മളെപ്പോഴും പറയില്ലേ, പുറത്തൊന്നും തട്ടി ചോദിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും കുട്ടികളും മാത്രമുള്ള വീട്ടിൽ പലരും
എല്ലാവരും അവരവരുടെ ലോകത്താണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്ക്രീൻ ടൈമിലാണ്, അതായത് ലാപ്ടോപ്പ്, മൊബൈല്, ഗെയിംസ്, ഇതിലൊക്കെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ജോലി വരെ ചിലപ്പോൾ സ്ക്രീനിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിനെയൊക്കെ അത് ഒരുപാട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫിനെയും റിലേഷൻഷിപ്പിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫാമിലിയുടെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം നീറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പരിധി വരെ ഈ ഒരു കാര്യമൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് ബോഡിക്ക് ഒരു ചേഞ്ച് വന്നതിന് ശേഷം, ഇപ്പം നമുക്ക് PCOD ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട്, ഡെലിവറിക്ക് ശേഷം, പ്രഗ്നൻസി ടൈമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് എന്തെങ്കിലും മരുന്നുകൾ, സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒക്കെ കഴിച്ചു, ഈ സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിനും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞൊന്ന് താഴോട്ട് വരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക. സപ്പോർട്ടീവായിട്ട് നമ്മൾ വൈറ്റമിൻസും മിനറൽസും നേരത്തെ പറഞ്ഞ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡും വെള്ളവും ഒക്കെ നമ്മൾ കഴിക്കുക. കറക്റ്റ് ടൈമിന് നമ്മൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പ് പ്രോപ്പർ ആക്കുക. മറ്റ് പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും നമ്മുടെ ഓരോ ബോഡി പാർട്സും, നമ്മുടെ നഖമായാലും നമ്മുടെ കഴുത്തായാലും മുഖമായാലും പല്ലായാലും മുടിയായാലും കണ്ണായാലും എന്ത് ബോഡി പാർട്ടായാലും നമ്മളതിനെ നീറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ കോൺഷ്യസ്നെസ് ഒന്നിനും ആവശ്യമില്ല, പക്ഷെ ഒരു നീറ്റ്നെസ് നമുക്ക് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. കാണുമ്പോൾ അയ്യേ എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു നീറ്റ്നെസ്, അത് നമ്മൾ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായ രീതിയിൽ നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ, അതായത് യോഗ ചെയ്യാൻ ഇഷ്ടമുള്ളവർ യോഗ ചെയ്യുക, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഇപ്പോൾ സുംബ വരുന്നുണ്ട് അല്ലേ, ഇഷ്ടംപോലെ സംഭവങ്ങൾ കേൾക്കുന്നു, അത് ഇഷ്ടമുള്ളവർ അത് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിന് വർക്കൗട്ട് ഒന്നുമില്ല, നടക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കുക. പിന്നെ എല്ലാവരോടും സംസാരിക്കാനുള്ളൊരു ഒരു ഓപ്പൺ മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. റിസർവ്ഡ് ആയിട്ട് വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാതിരിക്കുക. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമ്മൾ രണ്ട് മൂന്ന് മനുഷ്യന്മാരോട് സംസാരിക്കുക, വെറുതെ വളവള പറയല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലരും ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഹോം മേക്കേഴ്സ് ഉണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ബോർഡം ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. കുറേ കഴിയുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരായിരിക്കാം. പിന്നെ അത് ഔട്ട് ബേസ്റ്റ് ചെയ്യും. റിലേഷൻഷിപ്പിനെ അത് എന്താ പറയുക, ബാഡായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങും, കുട്ടികളെ ബാധിക്കാൻ തുടങ്ങും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ സ്കിന്നിനെയും നിങ്ങളുടെ മൈൻഡിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ഒത്തിരി എഫക്ട് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതാരെങ്കിലും കൊണ്ടുത്തരും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. നമുക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾ, നമുക്ക് വേണ്ടുന്ന എന്താ പറയുക, ഈ പറഞ്ഞ റുട്ടീൻസ് ഒക്കെ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പോലും അറിയാത്ത ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങളുടെ ഫിസിക്കലായാലും ഇന്റേണൽ ആയാലുമുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴും പുറകിൽ നിന്ന് ഒരാൾ എന്താ പറയുക കുത്താനുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓടുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേണ്ട, അതിനൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരായിരിക്കും. അപ്പം അത് ഡിസ്കണ്ടിന്യൂഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, നമുക്കൊരു ട്രെയിനർ നമുക്ക് എപ്പോഴും ഇപ്പുറത്തുള്ളത് നമ്മളുടെ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഒരു 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ കാണാനും സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് കൺവിൻസിങ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.